യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയെ മറുചേരിയിലുള്ള റഷ്യയുടെയും ചൈനയുടെയും ആഴമേറിയ കറുത്ത കരങ്ങളിലേക്ക് യുഎസ് വിട്ടുകൊടുത്തോ എന്നതിനെപ്പറ്റി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ലുക്സ് ലൈക്ക് വി ഹാവ് ലോസ്റ്റ് ഇന്ത്യ ആൻഡ് റഷ്യ ടു ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് ചൈന. ഒപ്പം മെസ്സിയോ സമ്മിറ്റിൽ നിന്ന് പാടുപെട്ട് തപ്പിക്കണ്ടുപിടിച്ച ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തു. 3 നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കുന്ന വേറെയും ഫോട്ടോ വേണമെങ്കിൽ കിട്ടുമായിരുന്നു. എങ്കിലും ഇത്തരത്തിൽ മോദി ഇരുവരുടെയും പിന്നിലായി നടന്നു വരുന്ന ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് കാലാകാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമ്പൽ സമൃദ്ധമായ ഭാവിയെ ആശംസിക്കുവാനും ട്രംപ് ഇവിടെ മറന്നിട്ടില്ല. തീർച്ചയായും ഒരു സർക്കാസ്റ്റിക് രീതിയിൽ ഇവിടെ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നതാണ്. ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ പോളിസികളെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ള തങ്ങളുടെ ഡൊമസ്റ്റിക് ഓഡിയൻസിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ട്വീറ്റ്. നമുക്കറിയാം, ജോൺ ബോൾട്ടനെ പോലുള്ള അമേരിക്കയിലെ പ്രശസ്തരായ പല പൂർവ്വ ഡിപ്ലോമാറ്റുകളും ട്രംപിനെതിരെ പരസ്യമായി ഇതിനകം മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 10-25 വർഷമായി വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന ഇന്ത്യ US റിലേഷൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് ട്രംപ് ഇല്ലാതാക്കിയെന്ന് ഇവരെല്ലാം തുറന്നടിച്ചിരുന്നു. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ചെയ്ത ഈ ട്വീറ്റ് ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കൺസേണിംഗ് ആയ ഒരു കാര്യം എന്തെന്നാൽ ഇപ്പോൾ വരുത്തിവെച്ചിരിക്കുന്ന ഡാമേജിനെ പറ്റി അല്ലെങ്കിൽ ഇതുമൂലം ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ട്രംപ് അത്ര ബോധേഡല്ല എന്നതാണ്. ട്രംപ് ഇപ്പോഴും അതിനെ അത്ര കാര്യമായി എടുക്കുന്നില്ല. എന്നാൽ ട്രംപ് ഇപ്പോൾ സമ്മർദ്ദത്തിലല്ലേ? തീർച്ചയായും. പക്ഷേ അതിനെ പുറത്തു കാണിക്കാതിരിക്കുക എന്നത് ട്രംപിന്റെ ഒരു തന്ത്രമാണ്. മുൻപിലുള്ള ആൾക്ക് അല്പം പോലും മനസ്സിലാകരുത് നാം സമ്മർദ്ദത്തിലാണ് എന്ന്. ഇന്ത്യയുമായുള്ള റിലേഷൻസ് മോശമായാൽ അത് വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ സാരമായി ബാധിക്കുമെന്ന കാര്യം ട്രംപിന് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതേ കൂടാതെ ട്രംപിന്റെ ഈ ട്വീറ്റിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടി കൺസേണിംഗ് ആയ ഒരു കാര്യം നടന്നതെന്തെന്നാൽ ഹാവേർഡ് ലുട്നിക് USA കൊമേഴ്സ് സെക്രട്ടറി ഇന്ത്യയെക്കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇദ്ദേഹം പറയുകയാണ്, പേടിക്കാനൊന്നുമില്ല, ഒന്നല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഇന്ത്യ കറങ്ങിത്തിരിച്ച് അമേരിക്കയുടെ മുമ്പിൽ തന്നെ വരും. എന്നിട്ട് ആദ്യം ഇന്ത്യ പറയും സോറി. ഇത് പരസ്യമായി തന്നെ ഇദ്ദേഹം പറഞ്ഞതാണ്. ഇതേക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വഴിയെ കാണിക്കാം. എന്നിട്ട് ആദ്യം പറയും ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയി, നിങ്ങളുടെ ഏത് ഡിമാൻഡുകളും അംഗീകരിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറാണ് എന്ന്. അപ്പോൾ ട്രംപ് തീരുമാനിക്കും ഇന്ത്യയെ എന്ത് ചെയ്യണമെന്ന്. ട്രംപ് ഡിസൈഡ് ചെയ്യും അതിനുശേഷം മോദിയുമായി എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. What happens is it's all bravado because you think it feels good to fight with the biggest client in the world, but eventually your businesses are going to say, you've got to stop this and go make your deal with America. So I think, yes, in a month or 2 months, I think India is going to be at the table and they're going to say they're sorry and they're going to try to make a deal with Donald Trump, and it will be on Donald Trump's desk how he wants to deal with Modi. And we leave that to him. That's why he's the president. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രകോപനപരമായ ഒപ്പം തന്നെ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇത്. ചരിത്രത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, മഹാനായ സാമ്രാജ്യങ്ങളുടെ എല്ലാം അന്ത്യമടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിൽ അവരുടെ നായകന്മാർ അങ്ങേയറ്റം അരോഗന്റായി കാണപ്പെടാറുണ്ട്. തങ്ങളാൽ എന്തു വേണമെങ്കിലും സാധിക്കുമെന്നൊരു ധാർഷ്ട്യം അവരുടെ ഉള്ളിൽ കയറാറുണ്ട്. അതായിരിക്കും എല്ലാത്തിന്റെയും അവസാനം. ഒരുപക്ഷെ അടുത്തെങ്ങും ഒരു രാജ്യവും ഇത്ര അനാദരവോടുകൂടി ഇന്ത്യയോട് സംസാരിച്ചിട്ടില്ല. ഇന്ത്യൻ PM-നെ ഇത്തരത്തിൽ പേരെടുത്ത് വിശേഷിപ്പിച്ചിട്ടുമില്ല. ഒരിക്കലും ഒരു ഡിപ്ലോമാറ്റിന് ചേർന്ന ഭാഷയല്ല ഇവിടെ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ ഇത് വളരെ രൂക്ഷമായ ഒരു പ്രസ്താവനയാണ്. നമുക്ക് കാണാം, ഇന്ത്യൻ PM-നെ പേരെടുത്ത് വിളിച്ച് പ്രൈം മിനിസ്റ്റർ മോഡി എന്നല്ല മോദി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യക്ക് ഇപ്പോൾ തങ്ങളുടെ താരിഫ് 50% നിന്നും കുറച്ച് 25% കൊണ്ടുവരണമെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമതായി, ഇന്ത്യ തങ്ങളുടെ അഗ്രികൾച്ചർ ആൻഡ് ഡയറി മാർക്കറ്റ് അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം. ജന്മത്തിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ PM പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ചെയ്താൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലും അതിന്റെ വലിയൊരു ഇമ്പാക്ട് തന്നെയും തന്റെ പാർട്ടിയെയും ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിനാൽ ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നില്ല. രണ്ടാമതായി, റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തണം. ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. അത് തീരുമാനിക്കുന്നത് അമേരിക്ക ആവില്ല എന്ന് ഇന്ത്യ ഇതിനകം പറഞ്ഞിട്ടുള്ളതാണ്. മൂന്നാമതായി, ഇന്ത്യ ബ്രിക്സിൽ നിന്നും പിന്മാറണം. എങ്ങനെ ഇരിക്കുന്നു? നടന്നത് തന്നെ. അമേരിക്ക ഇവിടെ പറയുകയാണ് ഇന്ത്യ തങ്ങളുടെ ഫോറിൻ പോളിസിയിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്ന്, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ. ഇതിന് തക്കതായ മറുപടി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മുൻപേ കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ഇന്ത്യ റഷ്യയുടെയും ചൈനയുടെയും ഇടയിൽ ഒരു പാലമാകുന്നത് നിർത്തണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുക, ഡോളറിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 50% താരിഫ് പേ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന്. ഇത്തരത്തിൽ അവസാനം നിർദ്ദേശങ്ങൾ സ്വയം മാറി ഭീഷണിയാകുകയാണ്. കാണട്ടെ ഇന്ത്യ ഇനിയും എത്ര നാൾ കൂടി ഇത്തരത്തിൽ സർവൈവ് ചെയ്യുമെന്ന്. ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് ഓഫ് ദ വേൾഡ്. 30 ട്രില്യൺ വരുന്ന ഇക്കണോമി. കൺസ്യൂമർ ഈസ് ഓൾവേസ് റൈറ്റ്. ഞങ്ങളായിരിക്കും എപ്പോഴും ശരിയെന്ന്. We are the consumer of the world. People have to remember it's our $30 trillion economy that is the consumer of the world. So eventually they all have to come back
to the customer, because we all know eventually the customer is always right. എന്താണ് ഇവർ രാജ്യമോടിക്കുകയാണോ അതോ വാൾമാർട്ട് നടത്തുകയാണോ? ആദ്യം പ്രശ്നം റഷ്യൻ ഓയിലായിരുന്നു. ഇപ്പോൾ ഇവരുടെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യയുടെ ഒരു കംപ്ലീറ്റ് സറണ്ടർ ആണ്. നമ്മൾ കാണുന്നത് പോലെ ഫോൺ എന്നെടുത്ത് കറക്കിയാൽ യൂറോപ്പിലെ നേതാക്കളെല്ലാം ഓടി വന്ന് ട്രംപിന് ചുറ്റും പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നത് പോലെ അവർക്കൊപ്പം അവിടെ ഒരു കസേരയിൽ ഇന്ത്യയും ഇരിക്കണമെന്നാണ് US ആഗ്രഹിക്കുന്നത്. അതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയെ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി കാണുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അല്ല ഇന്ത്യ എന്ന് ട്രംപിന് ഉടൻ തന്നെ മനസ്സിലാകും. ഇത്തരത്തിലുള്ള തുടർച്ചയായ അമേരിക്കൻ നേതാക്കളിൽ നിന്നും വരുന്ന അരോഗൻസിനെല്ലാം എങ്ങനെ മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഒരു തുറുപ്പുചീട്ടായിരിക്കും. നമുക്കറിയാം ചൈനയുടെ കാര്യത്തിൽ ചൈന എപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയോ അപ്പോഴാണ് കാര്യങ്ങൾ സാധാരണഗതിയിലാകുവാൻ തുടങ്ങിയത്. അതല്ലാതെ ട്രംപ് ഒരിക്കലും പിന്മാറില്ല. അതുപോലെ ഇന്ത്യയും പണ്ട് ധാരണയിലായിട്ടുള്ള US-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സ്ട്രാറ്റജിക് ഉടമ്പടികളിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് അങ്ങ് ഭാഗികമായി റദ്ദാക്കണം. പൂർണ്ണമായും ക്യാൻസൽ ചെയ്യേണ്ട. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലൊക്കെ ചെയ്തതുപോലെ അതിനെ ഒന്ന് ഹോൾഡ് ചെയ്തു വെക്കണം. എന്നാൽ മാത്രമേ US ഈ കളിയിൽ അല്പമെങ്കിലും ബാക്ക് ഫുട്ടിലാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈലി പ്രൊവോക്കേറ്റീവായ പ്രസ്താവനകൾ നിരന്തരം ട്രംപിന്റെയും ട്രംപിന്റെ മറ്റ് സെക്രട്ടറിമാരുടെയും വായിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ശേഷം നമുക്ക് കാണാം അന്ന് വൈകുന്നേരം തന്നെ ട്രംപ് നടത്തിയ പ്രസ് മീറ്റിൽ ഇന്ത്യൻ മാധ്യമമായ ANA-യുടെ ഒരു റിപ്പോർട്ടർ രാവിലെ നടത്തിയ ആ പ്രസ്താവനയെ പറ്റി ചോദിക്കുകയുണ്ടായി. രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ US ഹാസ് ലോസ്റ്റ് ഇന്ത്യ ടു ചൈന? എന്താണ് താങ്കൾ ഇപ്പോഴും ഇന്ത്യയെ പറ്റി അത്തരത്തിൽ ചിന്തിക്കുന്നുവോ എന്ന് ട്രംപ് അവിടെ തന്റെ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ്. രാവിലെയാണ് വി ഹാവ് ലോസ്റ്റ് ഇന്ത്യ ടു ചൈന എന്ന് പറഞ്ഞത്. ഇല്ല, ഇന്ത്യയെ ലോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വൈകുന്നേരം പറയുന്നു. To reset relations with India at this point. I always will. I'll always be friends with Modi. He's great. Prime Minister. He's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. എനിക്ക് തോന്നുന്നത് ഇതിനിടയിൽ ആരോ ട്രംപിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഇന്ത്യ ഇതിനകം തന്നെ ചൈനയുടെ കയ്യിൽ അകപ്പെട്ടു പോയി. ഇനി എന്ത് നടക്കാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി ഗിവ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്ത് നെഗോസിയേഷൻ നടക്കാനാണ്? എപ്പോഴും ഒരു ഡോർ ഓപ്പൺ ആക്കി തന്നെ വെക്കണം. നമുക്ക് കാണാം ഉടൻ തന്നെ ട്രംപ് തന്റെ പ്രസ്താവനകളെ മയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഇതിനെ എല്ലാത്തിനെയും നിങ്ങൾ ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു ട്രേഡ് നെഗോസിയേഷൻ സ്ട്രാറ്റജിയായി മാത്രം കണ്ടാൽ മതി. US തങ്ങളുടെ ഗ്ലോബൽ ട്രേഡിംഗ് പോളിസിയെ മുഴുവൻ മാറ്റി എഴുതുവാൻ പോകുകയാണ്. പക്ഷേ അതിലിപ്പോൾ വിലങ്ങുതടിയായിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ ഏതു വിധേനയും അതിന് സമ്മതിപ്പിക്കുവാൻ US ഇത്തരത്തിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാത്തിനെയും ഒരു ബിസിനസ്സായി മാത്രം കാണുന്ന ഇവർ ഈ നെഗോസിയേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഇനിയും എത്രമാത്രം ഡാമേജ് ചെയ്യും, ഇന്ത്യ US റിലേഷൻസിനെ എത്ര വർഷങ്ങൾ പിന്നോട്ട് തള്ളിവിടുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അഥവാ US ഇനി അതും കടന്ന് ഇന്ത്യ അങ്ങേയറ്റം പ്രകോപിപ്പിച്ച് ധാരണയിലായിരിക്കുന്ന കോംകോസ, ലെമോവ പോലുള്ള സ്ട്രാറ്റജിക് അഗ്രിമെന്റുകളെ ഇന്ത്യ റദ്ദാക്കുന്നത് വരെ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ പറയാം ഇന്ത്യ US റിലേഷൻസ് സീരിയസ്ലി ഡാമേജ് ആയിരിക്കുന്നുവെന്ന്. അല്ലാത്ത പക്ഷം ഇതിനെ ട്രംപിന്റെ ഒരു ട്രേഡ് സ്ട്രാറ്റജിയായി മാത്രം കണ്ടാൽ മതി. ഇന്ത്യ ഇതുവരെയും ഇത്തരത്തിൽ വരുന്ന അമേരിക്കയുടെ പ്രസ്താവനകളോട് ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ്? അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ലെവലിലേക്ക് ഇന്ത്യയും തരം താഴണം. നിലവിലത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഫോറിൻ പോളിസി എന്നത് വളരെ വൈസ് ആൻഡ് മച്ചുറായ ഒന്നാണ്. ഇന്ത്യ ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ പോകുന്നില്ല. അതേസമയം മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ USA-യുടെ ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാരോയുടെ പ്രസ്താവനകളിൽ നമ്മളുടെ വിയോജിപ്പ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. പീറ്റർ നവാരോയുടെ അങ്ങേയറ്റം അഗ്രസീവായ ആ പ്രസ്താവനയെ പറ്റി മുൻപ് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇദ്ദേഹം റഷ്യൻ ഓയിൽ വിറ്റുകൊണ്ട് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർ ലാഭമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ജാതിയുടെ പേരിൽ ഒരു ലഹളയുണ്ടാക്കുവാൻ ശ്രമിച്ചിരുന്നു. അങ്ങേയറ്റം വിവാദപരമായ ഈ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇത് വാസ്തവരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. We have seen the inaccurate and misleading statements made by Mr. Navarro and obviously we reject them. അതേസമയം നമുക്ക് കാണാം അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഇത്രയ്ക്ക് കൺഫ്യൂസ്ഡ് ആയ അസ്ഥിരമായ ഒരു ഫോറിൻ പോളിസി ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്നത്. അത്രയ്ക്ക് വോളറ്റൈലാണ് ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള അമേരിക്കയുടെ നിലവിലത്തെ വിദേശ നീതി. ഇത്തരത്തിൽ നടക്കുന്ന ഇന്ത്യ അമേരിക്ക വിഷയങ്ങളിൽ പുതിയ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതോടെ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.